ഹലോ. ഇന്നെനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമൊന്നുമല്ല. മനസ്സിന് ചെറിയൊരു വിഷമവും എന്തൊക്കെയോ ബുദ്ധിമുട്ടും ഉള്ളൊരു ദിവസമാണ്. എൻ്റെ ചേട്ടനാണെങ്കിൽ സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. എങ്ങനെയൊന്ന് ഓടിപ്പോവാനാ? ചക്കരമോന് ഇന്നും കൂടെ എക്സാമില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. കൊല്ലത്തുനിന്ന് കോട്ടയത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് എത്രയും സ്ഥലങ്ങൾ കാണാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ നമുക്ക് സന്തോഷമായിരുന്നേ. പക്ഷേ പിന്നീട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കറിയുന്നത് ഇത്രയും ദൂരത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ പല പല സന്തോഷത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇരട്ടി ദുഃഖങ്ങളും ഉണ്ടാവും. നമ്മുടെ വീട്ടുകാർക്കൊക്കെ സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോകാനൊന്നും ഒക്കത്തില്ലല്ലോ, ദൂരത്തല്ലേ. നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയും ഓടിയൊന്ന് പോവുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങനെ മോനൊക്കെ വളർന്ന് മോൻ ചെറുതായിരുന്നെങ്കിലും എനിക്ക് ഓടിയൊക്കെ പോകാം. ഇപ്പം അവൻ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഇത്തിരി വലുതായില്ലേ. അപ്പം നമ്മൾ അവൻ്റെ സ്കൂളിലെ കാര്യം നോക്കാം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടേ. അതുപോലെ തന്നെ എനിക്ക് വേറൊരു വിഷമമുണ്ടേ. ഇവിടുന്ന് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് അമ്മയില്ലെന്ന് പറഞ്ഞേ. അണ്ണൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ മരിച്ചു പോയാണേ. അപ്പം ഞങ്ങളുടെ അവിടെ ഉള്ള എല്ലാവരും അറിഞ്ഞപ്പോൾ എന്നെ അടുത്തറിയാവുന്നവരും എൻ്റെ കൂട്ടുകാരും ഒക്കെ എന്നോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലോ, നിനക്ക് അമ്മായിമ്മ പോരൊന്നും ഇല്ലല്ലോ, നിനക്കതുകൊണ്ട് ഭാഗ്യമായിരിക്കും, നിനക്ക് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേര് മോട്ടിവേഷൻ ചെയ്തേ. അപ്പം ഞാനും വിചാരിച്ചു ശരിയായിരിക്കും, എൻ്റെ ചെറിയ പ്രായമല്ലേ, അപ്പം നമ്മളിങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ലല്ലോ. പിന്നീട് നമുക്ക് മുന്നോട്ട് ഓരോ അവസ്ഥകൾ വരുമ്പോഴാണ് നമുക്ക് ആ അമ്മയില്ലാത്തതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നത്. അമ്മയ്ക്ക് അമ്മയും അച്ഛനും അച്ഛനും എല്ലാം വേണം, എന്നാലേ നമ്മുടെ ഒരു ജീവിതം പൂർണ്ണമാവൂ. അതുപോലെ തന്നെ അണ്ണൻ ഓരോ അവസ്ഥകൾ വരുമ്പോഴും അണ്ണനൊരു അമ്മയില്ലാത്തതിൻ്റെ വിഷമം പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമാവാറുണ്ട്. ഞാൻ ഓർക്കും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നമ്മൾ എന്ത് വിഷമമായിരിക്കും. അപ്പം നമ്മുടെ പ്രായത്തിൽ അതൊന്നും ഞാൻ ഓർത്തില്ല. മുന്നോട്ട് ഓരോ എൻ്റെ പ്രഗ്നൻസി ടൈമിലായാലും അങ്ങനെയൊക്കെ വരുമ്പോഴും അണ്ണനെന്ന് ഭയങ്കര വിഷമമാണ്. പിന്നെ നമുക്ക് കൂടെ ഉള്ളവർ തന്നെ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഒരു അമ്മയില്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എത്ര ഭാര്യയാണെങ്കിലും ഒരമ്മയ്ക്ക് പകരമാവത്തില്ല. അമ്മയ്ക്ക് പകരം അമ്മയും ഭാര്യയ്ക്ക് പകരം ഭാര്യയെ മാത്രമേ ആവാൻ പറ്റൂ. ഇന്നലെ ആയാലും ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു, എനിക്ക് ഓടിപ്പോവായിരുന്നേ. കാര്യം പറഞ്ഞാൽ അച്ഛനും എല്ലാം നോക്കും, എന്നാലും എനിക്കൊരു മോനെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ ഭയങ്കര വിഷമമാണ്. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കാരെക്കാളും നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും നമുക്ക് ഉപകാരമായിട്ട് വരുന്നത്. ഇന്നലെ തന്നെ ചേച്ചിയും ചേട്ടനും മക്കളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ചേട്ടന് പെട്ടെന്ന് സുഖമില്ലാതെ വന്ന് ചേട്ടന് വണ്ടി ഓടിക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ എന്തോ ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ നമ്മുടെ അയൽക്കാർ തന്നെയാണ് അവർക്ക് കൂട്ടായിട്ട് വന്നത്.